കുറച്ചധികം നാളുകളായി മലയാളി പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ചൊരു മോഹൻലാലുണ്ട്. നമ്മളിൽ ഒരാളായി മാറി അഭിനയമാണോ ഇതെന്ന് അത്ഭുതപ്പെടുത്തുന്ന ഒരു മോഹൻലാൽ. മാസ് ഹീറോ വേഷങ്ങൾ മോഹൻലാലിൻ്റെ സിനിമാ യാത്രയിൽ തല ഉയർത്തി നിന്നപ്പോൾ അതിനൊപ്പം പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ചിരുന്നത് അസാധാരണമായ തന്മയത്വത്തോടെ സാധാരണക്കാരനായി എത്തുന്ന ലാലേട്ടന് വേണ്ടിയായിരുന്നു. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്ന അത്തരം കഥാപാത്രങ്ങളെ, ആ അഭിനയ മുഹൂർത്തങ്ങളെ എവിടെയൊക്കെ വെച്ച് പ്രേക്ഷകന് നഷ്ടപ്പെട്ടിരുന്നു. അഭിനയം മറന്നുപോയി, ഭാവങ്ങൾ ഇല്ലാതെയായി, ഇനി വരും താരപ്രൗഢി മാത്രം എന്നുപോലുള്ള കടുത്ത വിമർശന ശരങ്ങൾ മോഹൻലാലിനെതിരെ ഉയർന്നിരുന്നു. എന്നാൽ തരുൺമൂർത്തി തുടരുമിലൂടെ തിരിച്ചെത്തിക്കുന്നത് മലയാളത്തിൻ്റെ ആ മോഹൻലാലിനെയാണ്, ആ അഭിനയ കുലപതിയെയാണ്. മോഹൻലാൽ അഭിനയം മറന്നതല്ല, സംവിധായകർ അദ്ദേഹത്തെ കൊണ്ട് അഭിനയിപ്പിക്കാൻ മറന്നതാണ്. വരവേൽപ്പിലും TP ബാലഗോപാലൻ എമ്മയിലും നാടോടിക്കാറ്റിലും സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലും ഭ്രമരത്തിലും തന്മാത്രയിലും തുടങ്ങി അനവധി സിനിമകളിൽ ഉള്ളുലയ്ക്കുന്ന പ്രകടനം നമുക്കായി പകർന്നു നൽകിയ മോഹൻലാൽ തിരിച്ചു വരികയാണ് തുടരുമിലൂടെ. ഇവിടെ അയാൾ സാധാരണക്കാരനാണ്. ഒരു താരത്തിൻ്റെ കെട്ടുമാറാപ്പുകളോ അമിത പ്രതീക്ഷകളോ ഭാരമോ മോഹൻലാലിന് ഇവിടെയില്ല. ഇവിടെ അയാൾ ഷൺമുഖമാണ്, ഒരച്ഛനാണ്, ഭർത്താവാണ്, കുടുംബനാഥനാണ്. പലരും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ച് പരാജയപ്പെട്ടൊരു വിൻറ്റേജ് മോഹൻലാലുണ്ട്. പലപ്പോഴും അത്തരം ശ്രമങ്ങൾ മോഹൻലാലിനെ കൊണ്ടെത്തിച്ചത് കൂടുതൽ പഴികളിലേക്കായിരുന്നു. എന്നാൽ തുടരുമിൽ അത്തരം തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒന്നുമില്ല. പകരമുള്ളത് നല്ല കാമ്പുള്ള അഭിനയ മുഹൂർത്തങ്ങളാണ്. ഒപ്പം പരിധികളില്ലാതെ മോഹൻലാലിന് അഴിഞ്ഞാടാനുള്ള സ്പേസ് നൽകിയ സംവിധാന മികവും. കാലങ്ങൾക്കിപ്പുറവും മോഹൻലാലിലെ സാധാരണക്കാരന് കാഴ്ചക്കാരനെ ഭ്രമിപ്പിക്കാനാകുന്നുണ്ട്. വരവേൽപ്പിലെ മുരളിയും TP ബാലഗോപാലൻ എമ്മയിലെ ബാലഗോപാലനും എങ്ങനെയാണോ അന്നത്തെ തലമുറയിലെ കാഴ്ചക്കാരെ സ്വാഭാവിക അഭിനയത്താൽ ഞെട്ടിച്ചത്, ഇന്ന് വർഷങ്ങൾക്കിപ്പുറം തുടരുമിലെ ഷൺമുഖവും അതേ മികവോടെ അവതരിപ്പിക്കാൻ മോഹൻലാലിനാകുന്നുണ്ട്. നിസ്സഹായനായ മോഹൻലാൽ പ്രകടനങ്ങൾ എന്നും ചർച്ചാ വിഷയമാണ്. സതയത്തിലെ ക്ലൈമാക്സിലെ ഏവരും പുകഴ്ത്തുന്ന പ്രകടനവും തന്മാത്രയിൽ നിമിഷ നേരം കൊണ്ട് മറവിയുടെയും ഓർമ്മയുടെയും ഇടയിലുള്ള ലോകത്ത് പെട്ടുപോയ രമേശൻ നായരുമൊക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഒരു രംഗം തുടരുമിലുമുണ്ട്. അഭിനയം മറന്നുപോയി എന്ന് വിമർശിച്ചവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ട ഒരു രംഗം. അവിടെ അയാൾ എല്ലാവർക്കും വേണ്ടിയിരുന്ന ആ മോഹൻലാൽ ആകുന്നു. അഭിനയത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് അയാൾ അവിടെ സൃഷ്ടിക്കുന്ന മാജിക് മോഹൻലാലിന് മാത്രം സാധിക്കുന്ന ഒന്നാണ്. കാലം കഴിഞ്ഞെന്ന് പഴിച്ചവർക്ക് മുന്നിലേക്ക് നെഞ്ചുവിരിച്ച് അയാൾ ഇറങ്ങി വരികയാണ്. അയാളുടെ കണ്ണിലെ തിളക്കം നഷ്ടപ്പെട്ടിട്ടില്ല, പുഞ്ചിരിയിലെ വശ്യത മാഞ്ഞിട്ടില്ല, ശബ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ മാറിയിട്ടില്ല. മുഖത്തും ശരീരത്തും നോട്ടത്തിൽ പോലും നിമിഷ നേരം കൊണ്ട് മാറിമറിയുന്ന ലാൽ ഭാവങ്ങൾ നഷ്ടം വന്നിട്ടില്ല. എമ്പുരാൻ പോലൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് പോലും ആരാധകരെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ സാധിക്കാത്തിടത്ത് തുടരും നെഞ്ചും വിരിച്ചു നിൽക്കും. ഫോം ഈസ് ടെമ്പററി, ക്ലാസ് ഈസ് പെർമനന്റ് എന്ന് പറഞ്ഞതുപോലെ മോഹൻലാലിന് കട്ടനിടാൻ ഇവിടെ ആരും വളർന്നിട്ടില്ല. ഇനി അയാളുടെ ദിവസമാണ്. തിയേറ്ററുകളിൽ ഹർഷാരവങ്ങൾ മുഴങ്ങും, നിർത്താതെയുള്ള ഷോകളോടും, കയ്യടികൾ ഉയരും. പ്രായഭേദമന്യേ പ്രേക്ഷകരുടെ കുത്തൊഴുക്ക് കാണാനാകും. ബോക്സ് ഓഫീസിലും ബുക്ക് മൈ ഷോയിലും പുതിയ റെക്കോർഡുകൾ ഉയരും. പഴയതെല്ലാം തകർന്നു വീഴും. 45-ലധികം വർഷമായി അണ്ണൻ ഇവിടെയുണ്ട്. ഇനിയും അത് തുടരും, കൂടെ നമ്മളും.